പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, സംസ്കൃത യൂണിവേഴ്സിറ്റി ഇവിടങ്ങളിലെല്ലാം ബിരുദ കോഴ്സുകൾക്ക് ഈ അക്കാദമിക് വർഷം 2024-25 അധ്യയന വർഷത്തിൽ 4 ഇയർ ഡിഗ്രി നടപ്പിലാക്കി. അപ്പോൾ 4 ഇയർ ഡിഗ്രി നടപ്പിലാക്കിയതിന് ശേഷം ഒന്നാമത്തെ അക്കാദമിക് അവസാനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയം, ട്രാൻസ്ഫർ സാധ്യമാണോ എന്നുള്ളത്. ഏതൊക്കെ ട്രാൻസ്ഫർ? കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. രണ്ടാമത്തെ സംശയം, യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിനുള്ള സാധ്യതയുണ്ടോ. മൂന്നാമത്തെ സംശയം, കോഴ്സ് മേജർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ട്രാൻസ്ഫർ എപ്പോൾ എന്നുള്ളതായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുക. 4 ഇയർ ഡിഗ്രിക്ക് ട്രാൻസ്ഫർ അനുവദിച്ച് തുടങ്ങുന്നത് 3rd സെമസ്റ്റർ മുതലാണ്. 3rd സെമസ്റ്റർ പറഞ്ഞാൽ ഇപ്പോൾ 2nd സെമസ്റ്ററിലാണ് നിങ്ങൾ ഉണ്ടായിരിക്കുക. 2nd സെമസ്റ്റർ കഴിഞ്ഞ് 3rd സെമസ്റ്റർ തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ 3rd സെമസ്റ്റർ തുടങ്ങി വിത്തിൻ 2 വീക്കിനുള്ളിലോ ആയിരിക്കും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ 3rd സെമസ്റ്റർ തുടങ്ങുന്നതെന്നാണ് ജൂൺ 1-ന്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് അതിൻ്റെ ഓർഡർ മറ്റു കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഒന്നാമത്തെ സംശയം, കോളേജ് ട്രാൻസ്ഫർ. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, ഈ ട്രാൻസ്ഫർ എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതല്ല. ജനറൽ അഡ്മിഷൻ കിട്ടിയവർ, ജനറൽ അഡ്മിഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, വിവിധ റിസർവേഷനിലൊക്കെ അഡ്മിഷൻ കിട്ടിയവർക്ക് ഈ ട്രാൻസ്ഫർ ലഭ്യമാക്കുന്നതാണ്. ഈ ട്രാൻസ്ഫർ ലഭ്യമാക്കണമെങ്കിൽ നിങ്ങളൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ കോളേജിൽ സീറ്റ് വേക്കൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. ചിലപ്പോൾ ആ കോളേജിൽ SC സീറ്റ് വേക്കൻ്റ് ആണുള്ളതെങ്കിൽ SC വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി ആ സമയമാകുമ്പോൾ അതാത് കോളേജുകൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കാറാണ് പതിവുള്ളത്. എന്ന് പറയാൻ ഓരോ കോളേജും അവിടെയുള്ള സീറ്റ് വേക്കൻസിയുടെ റിപ്പോർട്ട് പത്രങ്ങളിൽ കൊടുക്കും. അതിനനുസരിച്ചാണ് ട്രാൻസ്ഫർ. ഇനി 4 ഇയർ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് മൊത്തമായിട്ട് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി ഇറക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിൻ്റെ ജൂണിനോട് അടുപ്പിച്ച സമയത്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ വരും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അതാത് യൂണിവേഴ്സിറ്റികളിലെ കോളേജുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് അനുവദിച്ചിരിക്കുന്നത് 3rd സെമസ്റ്ററിൽ പോസിബിളാണ്, 4th സെമസ്റ്ററിൽ പോസിബിളാണ്, 5th സെമസ്റ്ററിൽ പോസിബിളാണ്, 7th സെമസ്റ്ററിൽ പോസിബിളാണ്. ഓക്കെ, ഇനി യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ പോസിബിളാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക്, കാലിക്കറ്റിൽ നിന്നും MGയിലേക്ക്, അല്ലെങ്കിൽ MGയിൽ നിന്ന് കേരളയിലേക്ക്, അല്ലെങ്കിൽ MGയിൽ നിന്ന് കാലിക്കറ്റിലേക്ക്, അതും പോസിബിളാണ്. ഓക്കെ, അതിനും അവസരമുണ്ട്. അത് അനുവദിച്ചിരിക്കുന്നത് 3rd, 5th, 7th സെമസ്റ്ററുകളാണ് ഇത് പോസിബിളായിട്ട് ഉള്ളത്. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടായിരിക്കുക, എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം പോലെ തന്നെ, എൻ്റെ മേജർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ. കാലിക്കറ്റിൻ്റെ റൂളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മേജർ ചേഞ്ച് ചെയ്യാം, 3rd സെമസ്റ്ററിൽ മാത്രമേ പോസിബിൾ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു മൈനറിലേക്കാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഞാൻ BA എക്കണോമിക്സ് ആണ് എടുത്തത്. എൻ്റെ മൈനർ ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററി കോഴ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. എൻ്റെ മൈനർ ഹിസ്റ്ററി ആണെങ്കിൽ എനിക്ക് ഹിസ്റ്ററി മേജർ BA ഹിസ്റ്ററിയിലേക്ക് മാറാം. എൻ്റെ മൈനർ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്സിലേക്ക് മാറാം. അല്ലെങ്കിൽ ഞാൻ ഫിസിക്സ് ആണ് എടുത്തത്, എൻ്റെ മൈനർ മാത്തമാറ്റിക്സ് ആണ്, മാത്തമാറ്റിക്സിലേക്ക് മാറാം. പിന്നെ എൻ്റെ കോഴ്സ് എന്തായി, BSc മാത്തമാറ്റിക്സ് ആവും. ഈ രീതിയിൽ മാറ്റങ്ങൾ പോസിബിൾ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും മറ്റൊക്കെ വരിക അടുത്ത സെമസ്റ്റർ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടാണ് വരിക. ആ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.